ഗൈനക്കോളജി വിഭാഗത്തിലെ ജോലി വളരെ പ്രധാനപ്പെട്ടതും മനോഹരവുമായ ജോലിയാണ്. അതൊരു പ്രത്യേക വിളിയാണ്. ജീവന് വേണ്ടിയുള്ള ഒരു കീർത്തനം കൂടിയാണ്. പറഞ്ഞത് വേറാരുമല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഇറ്റലിയിലെ ലാബ്രിയ എന്ന പ്രദേശത്തെ വിവിധ ആശുപത്രികളിൽ നിന്നായി ഗൈനക്കോളജി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരുടെ ഒരു കൂടിക്കാഴ്ച നടന്നു. ഒരു അപൂർവ കൂടിക്കാഴ്ച. ഇന്നലെ ഫെബ്രുവരി 6 വ്യാഴാഴ്ച വത്തിക്കാനിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ച അനുവദിച്ചത്. ഈ അവസരത്തിലാണ് ജീവനുമായി ബന്ധപ്പെട്ട സേവന രംഗത്തിൻ്റെ പ്രാധാന്യത്തെയും മനോഹാരിതയെയും കുറിച്ച് ഫ്രാൻസിസ് പാപ്പ പ്രതിപാദിച്ചത്. ഇന്ന് പലർക്കുമുള്ളൊരു ചിന്തയാണ് മാതൃത്വവും പിതൃത്വവും പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും എന്നുള്ളത്. ഇങ്ങനെയുള്ള ചിന്തകൾ നിലനിൽക്കുന്ന ഒരു സാംസ്കാരിക സാമൂഹിക വ്യവസ്ഥിതിയിൽ ജനന നിരക്ക് കുറയുന്നതിനെതിരെയും ജീവനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായും തീരുമാനമെടുത്ത് പ്രവർത്തിക്കുന്നത് ഏറെ പ്രശംസനീയമാണെന്ന് പാപ്പ പറഞ്ഞു. ഗൈനക്കോളജിയുമായി ബന്ധപ്പെട്ട പ്രവൃത്തിപഥത്തിൽ തങ്ങളുടെ അറിവും കഴിവും മെച്ചപ്പെടുത്തുന്നതിനായുള്ള പരിശ്രമങ്ങൾ തുടരേണ്ടതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണെന്ന് പാപ്പ പറഞ്ഞു. ജീവൻ സംരക്ഷിക്കുന്നതിന് ശരിയായ പരിശീലനം നേടി തയ്യാറായവരുടെ സാന്നിധ്യം ഏറെ പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞുങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന മനുഷ്യർ മറ്റുള്ളവരുടെ സാമീപ്യവും ആർദ്രതയും ഊഷ്മളതയും ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആശുപത്രികളിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് പ്രാവർത്തികമായ മികവ് നേടുന്നതിനോടൊപ്പം മാനവികമായ സംവേദനക്ഷമതയും ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യം ഏറെയാണ്. തങ്ങളുടെ സ്നേഹത്തിൻ്റെ ഫലമായ മക്കളെ സ്വീകരിക്കുന്നതിലെ ആനന്ദം അനുഭവിക്കുവാൻ മാതാപിതാക്കളെ സഹായിക്കുന്നതിനും കുട്ടികൾക്ക് സുരക്ഷിതവും സന്തോഷപ്രദവുമായ ഒരു ജനനം ഉറപ്പാക്കുന്നതിനും ഇത്തരമൊരു മനോഭാവം ഏറെ പ്രധാനപ്പെട്ടതാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ഗൈനക്കോളജി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവരുടെ കൈവശം ഉണ്ടായിരിക്കേണ്ട ഏറ്റവും ശക്തമായ മരുന്ന് പ്രാർത്ഥനയായിരിക്കണം. 2 രീതിയിൽ ഇത് സാധ്യമാകും. ഒന്നാമത്തേത് പരസ്യമായി രോഗികളോട് പങ്കുവയ്ക്കാൻ സാധിക്കുന്ന പ്രാർത്ഥനയാണ്. എന്നാൽ രണ്ടാമത്തേത് രോഗികളുടെ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഹൃദയത്തിൽ നിന്ന് മാത്രം ദൈവത്തിന് സമർപ്പിക്കുവാൻ സാധിക്കുന്ന പ്രാർത്ഥന. ഏത് രീതിയിലാണെങ്കിലും മാതാപിതാക്കളും പ്രകൃതിയും ദൈവവുമായുള്ള സഹകരണം വഴി സ്രഷ്ടാവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഉണ്ടാകുന്ന പുതുജീവൻ്റെ പിറവിക്ക് പ്രാർത്ഥന സഹായകരമാകും. ദൈവം നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്ന മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാനയിലും ആരാധനയിലും അനുദിന പ്രാർത്ഥനകളിലും അവരെ അനുസ്മരിക്കാനുള്ള ഉത്തരവാദിത്തം തിരിച്ചറിയണം. പാപ്പ തൻ്റെ പ്രഭാഷണത്തിൽ ഓർമ്മിപ്പിച്ചു.